വേണ്ടി ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഷൂട്ട് ചെയ്തൊരു സിനിമയാണത്. അപ്പം ഞാൻ പരിചയപ്പെടുത്താം, സംഗീത് പ്രതാപ്. ഞാൻ എഡിറ്ററായിട്ട് വെക്കുമ്പോൾ അധികം പേർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ പുള്ളി വളരെ പ്രശസ്തനാണ് ഫോർ ഓഫ് മൈ റീസൺസ്. ഇത് ശങ്കർ ശർമ്മ, മ്യൂസിക് ഡയറക്ടർ ഈ സിനിമയുടെ. റയാൻ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആവാൻ പോകുന്ന ഒരാളാണ്. ഉണ്ണിമോഹൻ, ജോമോൻ ആൻഡ് മഹിമ. അപ്പം ഇനി ഈ സിനിമയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പലർക്കും പല കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമ നല്ലൊരു ടീം എഫേർട്ട് ഈ സിനിമയുടെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും അതിന്റെ മാർക്കറ്റിംഗിലും എല്ലാം നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഈ സിനിമയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളുടെ വന്നിട്ടുള്ളത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിത്ത് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച്. ഇത്രയും പേര് ഇവിടെ ടേൺ ഔട്ട് ആയി. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ ഐ തിങ്ക് ഒരു പ്രോമിനന്റ് തിയേറ്ററിക്കൽ റിലീസാണ് ജയഗണേഷ്. ഈ വരുന്ന ഏപ്രിൽ 11 മുതൽ സിനിമ കേരളത്തിലും ഔട്ട്സൈഡ് കേരള എല്ലാം റിലീസ് ഉണ്ടാവും. ഐ ഹാഡ് എ പ്രിവിലേജ് ടു വർക്ക് വിത്ത് എ ഫാന്റാസ്റ്റിക് ഗ്രൂപ്പ്. ഞാൻ രഞ്ജിത്തുമായിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുൻപേ ഒരുപാട് ഇന്റർവ്യൂസ് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ ആസ് എ ഒരു എന്താ പറയുക സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറി കഴിഞ്ഞു ജയഗണേഷ്. ഓൾറെഡി ടോൾഡ് രഞ്ജിത്ത് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഹിം ബീങ് ദ റൈറ്റർ, അത് ഐ തിങ്ക് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക് ആയിട്ട് ഞാൻ കാണുന്നു. വിൽ ഡെഫിനറ്റ്ലി റൈറ്റ് മോർ, ബട്ട് ടിൽ ഡേറ്റ് ഐ തിങ്ക് ആ ഭാഗ്യം എനിക്ക് ഉണ്ടായി. നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി. ആൻഡ് ഫാന്റാസ്റ്റിക് ക്രൂ എല്ലാം ഈ സിനിമയുടെ മുന്നിലും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഇപ്പം തന്നെ നന്ദി പറയുന്നു. അഗൈൻ വിൽ ടേക്ക് ക്വസ്റ്റ്യൻസ് ഫ്രോം യു. അവരെല്ലാവരും മഹിമയുടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ല രണ്ടാമതാണ് വർക്ക് ചെയ്യുന്നു. സോ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എല്ലാവരോടൊപ്പം. എല്ലാവരും ജോമോൻ, ഷീസി, യു ഹേർട്ട് ബാഡ്ലി, റയാൻ വെരി ചാമിങ്, ഭയങ്കര ഇന്റലിജന്റ്. ആൻഡ് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല, ഐ തിങ്ക് ഹിം ബീങ് എ വെരി ടാലന്റഡ് ഗൈ. വളർന്നു വരുമ്പോഴേക്കും ഐ തിങ്ക് ഹിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം ഇൻ ദ ഇൻഡസ്ട്രി. പിന്നെ സൂപ്പർ സ്റ്റാർ ആൻഡ് ശങ്കർ, എല്ലാവരും താങ്ക് യു സോ മച്ച്. എവ്രിവൺ, ആദ്യം ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. ജയഗണേഷ് സിനിമ ഏപ്രിൽ 11 റിലീസ് ആവുകയാണ്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു അമേസിംഗ് ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. രഞ്ജിത്ത് സാറിന്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് തന്നെ വർക്ക് ചെയ്യണം ഒരുപാട് ആഗ്രഹിച്ചതാണ്. വേറൊരു സിനിമ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇത്രയും സെൻസിബിൾ ആയ ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഉണ്ണിയുടെ കൂടെ ഇത് 2ാമത്തെ തവണയാണ്. ഐ thoroughly enjoyed working with him. പിന്നെ നമ്മുടെ ഡയറക്ടർ റയാനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ചാമിങ്, വെരി ചാമിങ് ബോയ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. ആൻഡ് ചേച്ചിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ എം വെരി ഗ്ലാഡ് ദറ്റ് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ എ ഫിലിം. ചേച്ചി അഭിനയിച്ച സിനിമയിൽ, പിന്നെ നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് സീനിയറായ ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര എന്താ പറയാ, ഒരു കോണ്ടന്റ് ഓറിയന്റഡ് സിനിമയായിരിക്കും. തിയേറ്ററിൽ പോയി സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ ആയ, എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും സിനിമ കാണാം, കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. സോ ഹാപ്പി. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ ഒരു പ്രൊമോഷൻ വർക്ക്. ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതെല്ലാം എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മൂവിയുടെ എന്നോട് പലരും ചോദിക്കണ്ടേ എന്താണ് ഈ മൂവിയിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് രഞ്ജിത്ത് ശങ്കർ. ഞാൻ പാസഞ്ചർ മൂവിയുടെ ഒരു വലിയ ഫാനാണ്. സോ എനിക്ക് രഞ്ജിത്തിന്റെ ഒരു ടെക്സ്റ്റ് വരുന്നു, വിൽ യു ബി എ പാർട്ട് ഓഫ് മൈ മൂവി എന്ന് ചോദിച്ചപ്പോൾ കണ്ണു അടച്ച് യെസ് ഓഫ് കോഴ്സ്. ബാക്കി ഒന്നും ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. സെക്കൻഡ് ഉണ്ണി. പിന്നീടാണ് അറിഞ്ഞത്, കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നീടാണ് അറിഞ്ഞത് ഉണ്ണിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന്. മഹിമ, നമുക്കെല്ലാവരും ഇപ്പോൾ അറിയുന്ന പേര് അമൽ ഡേവിസ്.
റയാൻ, ബാക്കി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും. പിന്നീട് വേറൊരു ഫാക്ടറി മൂവിയിലോട്ട് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ വിശേഷിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴെല്ലാവരും എന്നെ ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് വിശേഷിപ്പിച്ചിരുന്നത് ഫ്ലാഗ് ബെയറർ ഓഫ് ഗ്ലിസറിൻ. എപ്പോഴും എല്ലാ സിനിമയിലും കണ്ണ് കലങ്ങിയ ഒരു ക്യാരക്ടർ, കരഞ്ഞ് ഏറ്റവും കരയുന്നത് ഞാനായിരുന്നു. അന്നൊക്കെ ട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഈ മൂവിയിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്തോടെ പോലും ഗ്ലിസറിൻ പോയിട്ടില്ല. ഇതിനകത്തൊരു ക്രിമിനൽ, ഒരു ഫീമെയിൽ ലേഡി ക്രിമിനൽ ലോയർ ആയിട്ടാണ് ഞാനൊരു ബോൾഡ് ആൻഡ് ഒരു ഫിയേഴ്സ് ക്യാരക്ടർ. സോ ഐ എം സോ ഹാപ്പി. April 11th റിലീസ്. ആൻഡ് താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുന്ന. ഒപ്പം ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഈ KGF-ലൊക്കെ ഉള്ള മറ്റേ ഗവൺമെന്റിന്റെ മുമ്പില് മറ്റേ എന്താ പറയാ തോക്കാതെ അതുപോലൊരു ഫീൽ ഉണ്ട്. ഇത്രയും ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോ ഭയങ്കര ടെൻഷൻ ഉണ്ട്. അവിടെ തുടങ്ങി വരുമ്പോഴേ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോ നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ആസ് ആൻ എഡിറ്റർ ആണ്. അപ്പോ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തരുമെന്നും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്ത് സാറിന്റെ എനിക്ക് പാസഞ്ചറിനൊക്കെ ശേഷം എനിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മൂവി ആയിരിക്കും ജയ് ഗണേഷ്. അപ്പൊ ആസ് ടെക്നീഷ്യൻ നമ്മൾ ഇതിന്റെ കൂടെ കുറെ നാളായിട്ട് ട്രാവൽ ചെയ്തത് കൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഇതൊക്കെ പയ്യെ മറന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു സ്പേസിൽ വരുമ്പോ ഈ സിനിമയുടെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഓർക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വന്നതിൽ എല്ലാവർക്കും നന്ദി. പബ്ലിക്കിന് മുമ്പിൽ അധികം വന്നിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി സംഗീതം പറഞ്ഞ മാതിരി കുറെ സ്റ്റോക്കുകളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ട്രെയിലറിൽ കണ്ട മാതിരി ആ ഒരു ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് നല്ലൊരു വേർഷൻ ആയിരിക്കും സിനിമ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളുടെ വർക്കിനെ പറ്റി പോകത്തുന്നതിൽ വലിയ അർത്ഥമില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി ഈ വിഷുക്കാലത്ത് പോയി കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Everyone, this is my first Malayalam movie. I'm really excited. I hope you all watch it. The release is on April 11th. Thank you to Unni Cheta, Ranjit Cheta and Anup Cheta for giving me this opportunity. Me and Unni had a lot of fun during the set and I hope you all enjoy the movie. Thank you. ശങ്കർ പറഞ്ഞു, നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു AI വേർഷൻ സോങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമയിൽ ഒരു ഇപ്പൊ AI-നെ കുറിച്ച് അല്ലെങ്കിൽ ഡൂയിങ് അലോട്ട് ഓഫ് തിങ് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ അത് വലിയൊരു ബോൾഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഫ്രം പാർട്ട് ഓഫ് ശങ്കർ ആൻഡ് രഞ്ജിത്ത്. രണ്ടുപേരും ചേർന്ന് ഇങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ടാക്കി. ഐ തോട്ട് ഐ ഷുഡ് അഡ്രസ് ഇറ്റ്. അപ്പോൾ ഭയങ്കര പുതുമകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഫീൽ ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് എൻ്റെ കരിയറിൽ ഇങ്ങനത്തെ ഒരു സിനിമ വരെ ഇതിന്റെ ആസ് എൻ ആക്ടർ ഇല്ല. സോ ടെക്നിക്കലി ഓൾസോ ഭയങ്കര എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ കാണുന്നവർക്ക്. താങ്ക് യു.